ബേബി ചേച്ചി പറഞ്ഞിട്ട് കാര്യമല്ല അറിഞ്ഞല്ലോ. അത് തന്നെ ഇത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞോ. അതെ, പലിശ കൊടുക്കണം നമുക്കും പലിശ കൊടുക്കണം നമുക്ക് മുൻഗണന തരണ്ടേ, ലാഭവിഹിതം കൂടുതലിടണ്ടേ? അത് പറ്റൂല എല്ലാവർക്കും ഒരുപോലെന്ന്. അത് അംഗീകരിക്കാൻ പറ്റൂല. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. നമ്മളില്ലെങ്കിൽ കുടുംബശ്രീയിൽ വരുമാനം ഉണ്ടാവോ? വെറുതെ നിക്ഷേപം കൊടുത്തിട്ട് എന്താ കാര്യം? അതവനവൻ വീട്ടിൽ കൊണ്ടുപോകും. എല്ലാം കഴിയുമ്പോഴത്തേനും പലിശ കയറണം. പലിശ അത് നമ്മളെ പോലെയുള്ളവർ വിചാരിച്ചാലേ നടക്കുള്ളൂ. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അന്നേരം പിന്നെ കാല് മാറരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. കൂടെ നിന്നോണം. ചേച്ചി ഞാൻ പിന്നെ വിളിക്കാവേ. അല്ല, വേറെ കാര്യമുണ്ട്, പിന്നെ വിളിക്കാം. ഒരാള് വീട്ടിൽ വന്ന് ഇരിക്കാനെങ്കിലും പറയണ്ടല്ലോ. തമാശ കളിക്കാനുള്ള സമയമില്ല എനിക്ക്, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുവാണ്. മനസ്സിലായി. അല്ല, എന്തിനാണ് ഈ വഴക്കെന്നാണ് എന്റെ ചോദ്യം. വഴക്കാണെന്ന് മനസ്സിലായല്ലോ. നിന്റെ പെങ്ങള് കാര്യമില്ലാതെ വഴക്കുണ്ടാക്കൂല എന്ന് നിനക്കറിയാലോ. അറിയാലോ, അത്രയേ ഉള്ളു കാര്യം. നീ കേക്ക്, നീ തന്നെ പറ. കുടുംബശ്രീയില് ഞങ്ങളൊക്കെ നിക്ഷേപം ഇടുന്നുണ്ടല്ലോ. ഞങ്ങള് കുറച്ച് പാവപ്പെട്ടവര്, നിങ്ങളൊക്കെ കുറെ പൈസ ഉള്ളവര്. ഞങ്ങള് പാവപ്പെട്ടവര് ഞങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് പൈസ വായ്പ എടുക്കും. അപ്പൊ ഞങ്ങൾ തിരിച്ചടയ്ക്കുമ്പോ പലിശ കൂട്ടി അടയ്ക്കും. അതാണ് കുടുംബശ്രീയുടെ വരുമാനം. അപ്പൊ അത് ഈ ഓണമൊക്കെ ആകുമ്പോ നമുക്ക് ലാഭവിഹിതമായിട്ട് തരും. ഈ ഇതുവരെയുള്ള ചരിത്രത്തില് പലിശ അതായത് നമ്മൾ പലിശ കൊടുക്കുന്നവർക്ക് ഈ ലാഭവിഹിതം കൂടുതൽ കൊടുക്കുമെന്നാണ് വെപ്പ്. അതാണല്ലോ ന്യായം. ആണല്ലോ നിങ്ങളുടെ കുടുംബശ്രീ ന്യായം. അപ്പൊ ആ ന്യായം ഇപ്പൊ പുതിയ സെക്രട്ടറിക്ക് പറ്റൂല. മനസ്സിലായല്ലോ? ആരാന്ന് മനസ്സിലായല്ലോ? അവള് പറയുന്നു എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. അതെവിടുത്തെ ന്യായം? ഞങ്ങളല്ലേ പലിശ അടയ്ക്കുന്നത്. ഞങ്ങൾക്ക് 10 രൂപയാണെങ്കിൽ അതിനകത്ത് 1 രൂപ ഞങ്ങൾക്ക് കൂടുതൽ തരണം. ഇത് ഞാൻ അവരോട് സംസാരിച്ചു. പക്ഷെ അവർക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോ എന്തിനാണ് അത് മനസ്സിലാക്കി കൊടുത്തോളാം. വേറൊരു കാര്യം, വെറുതെ ഡാൻസും പഠിപ്പിച്ച് എന്റെയും പിള്ളേരെയും കാര്യം നോക്കിയിരുന്ന എടുത്തിയാണ്. അതെ, അവളെ സമ്മതമില്ലാത്ത അവളെ സമ്മതിപ്പിച്ച് എന്റെ അനുവാദവും മേടിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ആരാണ്? ആ ആളുടെ പേരെന്ന് പറഞ്ഞുതരാം. ആളുടെ പേര് പറയണേ. തങ്കം. പിന്നെ എന്നോട് പറഞ്ഞുണ്ടോ? നിന്നോട് പറയുന്നില്ല. പക്ഷെ നീ ഒരു കാര്യം അറിയാൻ വേണ്ടി, നീ അവളുടെ ഭർത്താവാണല്ലോ, അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് അവൾ ആ ചെക്കിൽ ഒപ്പിടുവാണെങ്കിൽ ആ ഒപ്പിടുന്ന കൈ ഉണ്ടല്ലോ, അത് ഞങ്ങൾ അങ്ങ് കുടിക്കും.